ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള. നമ്മളിപ്പോൾ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തെ കളത്തേര തൂക്കുപാലത്തിലാണ്. നീലേശ്വരത്തിൻ്റെ ഭംഗി ഈ പാലത്തിൽ നിന്ന് നോക്കിയാൽ നമുക്ക് നേരിട്ട് ആസ്വദിക്കാൻ പറ്റും. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നീലേശ്വരത്തെ ഒരു കൊങ്കണി ബ്രാഹ്മൺസിൻ്റെ തറവാട്ടിലേക്കാണ്. നമ്മളങ്ങോട്ട് കയറാൻ പോകുന്നു. നമസ്കാരം കലേഷ്, വരി 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 വരി. എന്താ പേര്? ഉദയശങ്കർ പൈ. ഉദയശങ്കർ പൈ. കൊങ്കണീസ് ഇങ്ങോട്ട് വന്നിട്ട് എത്ര നാളായി? കേരളത്തിലേക്ക് വന്നിട്ട് ഒരു 400 വർഷത്തെ പഴക്കമുണ്ടാവും. 400 വർഷം അല്ലേ? അത് ഈ പോർച്ചുഗീസുകാരെ ബുദ്ധിമുട്ട് ഇതാക്കിയിട്ട് അവിടുന്ന് ഓടി വന്നതാണ്. എല്ലാ ഭാഗത്തും ഇവരും പോയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, എല്ലാ ദിക്കിലും ഉണ്ട്. കൊച്ചി ഭാഗത്ത്, ആലപ്പുഴ, എല്ലാ ഭാഗത്തും പോയിട്ടുണ്ട്. അപ്പൊ 400 വർഷത്തോളമായി. അപ്പൊ 400 വർഷമായിട്ട് കേരളത്തിൽ താമസിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഈ നിങ്ങളുടെ ഡിഷുകൾ നമ്മുടെയും കൂടെ ഡിഷുകളായി മാറിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ ഡിഷുകളാണ് ഇന്ന് നമുക്ക് വേണ്ടത്. അപ്പൊ അമ്മ കൊങ്കണി ഡിഷൊക്കെ വെക്കാറുണ്ടോ? നമുക്ക് 1-2 സാധനങ്ങൾ ഇന്ന് പറഞ്ഞു തരണം. പറയാം. ഈ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ കൊങ്കണിയാണോ? ആണോ? അപ്പൊ അതില് ഊണ് കഴിച്ചോന്ന് എങ്ങനെയാ ചോദിക്കുന്നത്? ജോ അഞ്ചലിവേ. അത് ശരി. കൊങ്കണി പാട്ടൊക്കെ ഉണ്ടോ? ഉണ്ടോ? പാടാൻ അറിയോ? നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് 2 വരി പാടാമോ? ബഹു ചാംഗി ഹരി കീർത്തന, ബഹു ചാംഗി ഹരി കീർത്തന, പാരിജന ധന്യ ജലേ തജിന, ബഹു ചാംഗി ഹരി കീർത്തന. മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള വരികളായിരിക്കും അല്ലേ? ചാംഗി ഹരി എന്ന് പറഞ്ഞാൽ ഹരി എന്ന് പറഞ്ഞാല് മഹാവിഷ്ണു ചാംഗി ഹരികീർത്തനമാണിത്. മഹാവിഷ്ണുവിന്റെ കീർത്തനമാണ്. ഇതുകൊണ്ട് എല്ലാ ആൾക്കാരും വളരെ നന്നായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ശരി. അപ്പൊ എന്തൊക്കെയാണ് ഇന്ന് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്? എങ്ങനെ? പത്രട. എങ്ങനെ പറയാം? പത്രവട. എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ചേമ്പല. ശരി. ചേമ്പിന്റെ ഇല കൊണ്ട് ഉണ്ടാക്കുന്നത് പത്രവട. അപ്പൊ ചേമ്പിന്റെ പത്രവടയുണ്ട്. പിന്നെ എന്താണ്? പിന്നെ ഇത് മത്തന്റെ ഇല. അപ്പൊ ഇലക്കറികളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലേ? പ്യൂർ വെജിറ്റേറിയൻ ആണ്. അപ്പൊ മത്തനിലയുടെ പൊടി. അപ്പൊ അതെ, ചേമ്പിന്റെ ഇല കൊണ്ട് പത്രവട, പിന്നെ മത്തന്റെ ഇല കൊണ്ട് പോടി. അപ്പോൾ 2 ഡിഷുകൾ, നമുക്ക് തീരെ പരിചയമില്ലാത്ത ഡിഷുകളാണ്. എന്താണെന്ന് നോക്കാം. വളരെ എളുപ്പം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കൊങ്കണി ഡിഷാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ പേര്, രസകരമായ പേരാണ് പോടി. അതുണ്ടാക്കുന്ന മത്തനിലയിലാണ്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. ഈ മത്തനിലയിൽ മടക്കി അരിഞ്ഞതിന് ശേഷം ഇത് എന്ത് മാവാണ്? അരിപ്പൊടിയിൽ മുക്കിയിട്ട് വറുത്തെടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നല്ല വലിയ മത്തനിലയിലാണ്, നല്ല മുഴുപ്പുള്ള മത്തനില പറിച്ചിട്ടാണ് ഈ ഡിഷ് ചെയ്യുന്നത്. മത്തനില പറിച്ചു. ഇനി ഇതിനകത്ത് ഒരു മസാല ഉണ്ടാക്കി വെക്കും അല്ലേ? ഇനി മസാലയല്ലേ ഉണ്ടാക്കി വെക്കും. അതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നത്? തോരൻപരിപ്പ്, പച്ചരി, ഉഴുന്നുപരിപ്പ് കുതിർക്കും. എത്ര സമയം കുതിർക്കും?
അരമണിക്കൂർ കുതിർക്കണം. അരമണിക്കൂർ കുതിർക്കണം. അപ്പോൾ തോരപ്പരിപ്പ്, പിന്നെ ഉഴുന്ന് പരിപ്പ്, പച്ചരി, പരിപ്പ് വറുത്ത് ഇടണം. ഉഴുന്ന് പരിപ്പ് വറുത്തിട്ടാണ് കുതിർക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഉഴുന്ന് പരിപ്പ് മാത്രം വറുത്തിട്ട് കുതിർക്കണം. പിന്നെ പച്ചരി, തോരപ്പരിപ്പ്. അപ്പോൾ ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് തോരപ്പരിപ്പ് അല്ലേ, 1/4 കപ്പ് ഉഴുന്ന് പരിപ്പ്. ഉഴുന്ന് പരിപ്പ് മാത്രം വറുത്തിട്ടിട്ട് കുതിർക്കണം. അരമണിക്കൂർ ഇത് എല്ലാം കൂടി ഇട്ടിട്ട് കുതിർത്ത് വെച്ചേക്കാണ്. ഇനി മുളക് ചേർത്ത് അരക്കുക. മുളകിന് 8 മുളക്. അപ്പോൾ ഇതിപ്പോൾ 8 മുളക് ചേർത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇതിനകത്ത് തട്ടട്ടെ. അപ്പോൾ 8 മുളക്, 8 ചുവന്ന മുളക്. ഇതിന് ചുവന്ന മുളകിന് എന്താ പറയുന്ന കൊങ്ങിണിയിൽ? മിർസാങ് അല്ലേ. ഇനി എന്താണ് ചേർക്കേണ്ടത്? ലേശം കായം. കുറച്ച് മതി അല്ലേ? ഇത്രയും മതിയോ? അത് മതി. അപ്പോൾ കുറച്ച് കായം. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അരയ്ക്കണം. ഓക്കെ ഓക്കെ. അധികം അരയാൻ പാടില്ല. കുറച്ച് തരിയായിട്ട് നിൽക്കണം. അപ്പോൾ പൊടി ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും, പൊടിക്കകത്ത് മസാല ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട്. അരിയുണ്ട്, ഉഴുന്നുപരിപ്പുണ്ട്, തോരപ്പരിപ്പുണ്ട്, പിന്നെ 8 മുളക് അല്ലേ, 8 മുളകും പിന്നെ കായവും ചേർത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ചേർക്കണം? ഉപ്പും ചേർക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മതി അല്ലേ? അപ്പോൾ ഇനി ഇത് എല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ട് വേണം ഇതിൻ്റെ അകത്ത് വയ്ക്കാനുള്ള മസാല ഉണ്ടാക്കാൻ. ഞാൻ ബ്രേക്കിന് മുമ്പ് പറഞ്ഞിരുന്നു, ഇത് അധികം അരയ്ക്കാൻ പാടില്ല, ചെറുതായിട്ട് തരിയായിട്ട് നിൽക്കണം. അതാ ഇങ്ങനെ തരിയായിട്ടിരിക്കുകയാണ്. ഈ തരിയാണ് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് വരുന്നത് അല്ലേ, കടിക്കും. ശബ്ദത്തോടെ കടിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി മസാല ഇതിനകത്ത് വയ്ക്കാം. ഈ ഇല എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട? നാരെടുക്കണം. അപ്പോൾ നല്ല മുഴുപ്പുള്ള മത്തനില എടുത്തതിന് ശേഷം അതിൻ്റെ കട്ടിയുള്ള നാര് ആദ്യം എടുത്ത് കളയണം. കണ്ടോ, കട്ടിയുള്ള നാര് ഇങ്ങനെ എടുത്ത് കളയണം. ഇപ്പോൾ ഇതിൻ്റെ നാര് മുഴുവൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അതിനകത്ത് മസാല നിറയ്ക്കുന്നത് ശ്രദ്ധിക്കും. അമ്മ എവിടെ നിന്നാണ് ഇത് പഠിച്ചത്? ആരാ പഠിപ്പിച്ചത്? ഞങ്ങളെ അമ്മയാണോ? അതെ. കുറേ ഡിഷ് ഉണ്ടാക്കാൻ അറിയാമോ? എല്ലാം അറിയും. ഇതിന്റെ മുകളിൽ വീണ്ടും ഇല വെക്കും. ശരി. അപ്പൊ ഒരു ഇലയുടെ ആദ്യത്തെ പുറത്തിലാണെങ്കിൽ രണ്ടാമത്തെ ഇല മറിച്ച് വെക്കും. ആദ്യം ഒരു ഇല മലർത്തിയാണ് വെച്ചത്. അതിനുശേഷം അതിൽ മാവ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അടുത്ത ഇല കമിഴ്ത്തി വെച്ചു. അപ്പോൾ ഇപ്പോൾ ഒരു ഡിസൈനിലായിട്ടുണ്ടത്. ഇനി വീണ്ടും കമിഴ്ത്തി സൈഡ് ചരിച്ചാണ് വെക്കുന്നത്, ചരിച്ച് വെക്കും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ 3 ഇല ആയിട്ടുണ്ട്. ഇനി നമ്മൾ വെക്കാൻ പോകുന്നത് 4ാമത്തെ ഇലയാണ്. ഇപ്പോൾ നമ്മൾ 4ാമത്തെ ഇലയും വെച്ച് കഴിഞ്ഞു. ഇത്രയും മതി അല്ലേ? ഇത്രയും ഇല മതി. അപ്പോൾ 4 മത്തനില കൊണ്ടാണ് നമ്മളിന്ന് പോടി ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ഇപ്പോൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സൈഡ് ഡിഷ് ഉണ്ടാവും. ഇപ്പോൾ ഫിഷ് ഫ്രൈ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഡിഷുകളുടെ എണ്ണം കുറവാണ്. പക്ഷേ അതിനൊരു പരിഹാരമാണ് നമ്മുടെ ഈ ഡിഷ് പോടി എന്ന് പറയുന്നത്. കാരണം ഊണിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടൊരു ഫ്രൈഡ് ഐറ്റം അല്ലേ, അതും എരിവുള്ളത്. അപ്പോൾ ഇപ്പോൾ 4 ഇലയിലും മസാല മുഴുവൻ തേച്ച് പിടിപ്പിച്ച റെഡിയായില്ലേ? ഇനി ഇത് ചുരുട്ടണം. രണ്ടായിട്ട് മടക്കിയിട്ട് ആ സൈഡും മസാല തേക്കണം. അത് ചെയ്യുന്ന രീതി ശ്രദ്ധിക്കുക. ആദ്യം 2 സൈഡ് 4 ഇലയിൽ തേച്ച് വെച്ചു, പിന്നെ 2 സൈഡും മടക്കി, പിന്നെ ഒരു എഡ്ജ് മടക്കിയിട്ടാണ് ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ മത്തനിലയിൽ ചുരുട്ടി വെച്ച മസാല റെഡിയാണ്. ഇനി പോടിക്ക് വേണ്ടി ഇത് കട്ട് ചെയ്തെടുക്കണം അല്ലേ? ശരിക്കും അളന്ന് കട്ട് ചെയ്യുന്ന പോലെയാണ് ഇരിക്കുന്നത്. കാരണം എല്ലാം ഒരേ സൈസാണ്. നമ്മളൊക്കെ ആണെങ്കിൽ ഷാർപ്പായിട്ട് അളന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇത്രയും ഒരു ഷാർപ്പ്നെസ് കിട്ടില്ല. ഇനി എണ്ണയിൽ ഇത് വറുത്തെടുക്കണം അല്ലേ? വെളിച്ചെണ്ണ റെഡിയാണ്. നമ്മൾ പോടിക്ക് വേണ്ടിയിട്ട് ഈ മത്തനിലയിൽ മസാലയൊക്കെ തേച്ച് ഒരു 4-5 മത്തനിലയൊക്കെ മടക്കി അത് ചുരുട്ടി, അപ്പോൾ മത്തനിലയും മസാലയും കൂടെ ചേർത്ത് കട്ട് ചെയ്ത്, ശാരദയൊക്കെ അതിൽ പെർഫെക്ഷനിസ്റ്റാണ്. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ ചൂടാക്കി, വെളിച്ചെണ്ണ ഇനി തിളച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്ത് കഴിക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ എണ്ണ തിളയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മുഴുവനൊന്ന് പറയാം. ആദ്യം 1 കപ്പ് അരിക്ക് 1/2 കപ്പ് തോരപ്പരിപ്പ്, 1/4 കപ്പ് ഉഴുന്നുപരിപ്പ് അത് നന്നായിട്ട് വറുത്തിടണം. പിന്നെ ഒരല്പം കായം, കുറച്ച് കായം ചേർക്കുക.
ഒരു 8 ചുവന്ന മുളകും ചേർക്കുക. അരിയും ഉഴുന്നുപരിപ്പും തോരൻപരിപ്പും കൂടെ നന്നായിട്ട് കുതിർക്കുക, അരമണിക്കൂർ കുതിർക്കുക. അതിനുശേഷം ബാക്കി പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് അരയ്ക്കുക എന്ന് പറഞ്ഞാൽ തരിയായിട്ട് അരച്ചെടുക്കണം അല്ലേ. പാകത്തിന് ഉപ്പും ചേർക്കുക. അതിനുശേഷം മത്തനില, നല്ല മുഴുപ്പുള്ള മത്തനില തിരഞ്ഞെടുക്കുക. അതിൻ്റെ ബാക്ക് സൈഡ് ചെത്തി കളയുക, അതിൻ്റെ ഞരമ്പുകളൊക്കെ അങ്ങ് ചെത്തി കളയുക. ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഞരമ്പ് ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ആ ഞരമ്പ് എടുത്ത് കളഞ്ഞതിന് ശേഷം ആദ്യത്തെ ഇല മലർത്തി വയ്ക്കുക. അതിനുശേഷം അതിൽ തേച്ച് പിടിപ്പിക്കുക. 4 ഇല വയ്ക്കുക. 4 ഇലയിൽ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. എന്നിട്ട് നമ്മൾ 2 സൈഡ് ഫോൾഡ് ചെയ്തു. പിന്നെ ഒരു സൈഡിൽ നിന്ന് മടക്കിയെടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അരിമാവാണ്. അരിമാവിൽ മുക്കിയിട്ടാണ് ഇത് വറുക്കാൻ പോകുന്നത്. ഇത് ഇപ്പോൾ സാധാരണ എല്ലാ ദിവസങ്ങളിലും ഉണ്ടാക്കുന്ന ഒരു ഡിഷാണോ അതോ എന്തെങ്കിലും വിശേഷ ദിവസത്തിന്? അത് ഇല കണ്ടാൽ കിട്ടിയാൽ എല്ലാം ഉണ്ടാക്കും. മത്തനില കിട്ടുന്ന പോലെ ഇരിക്കും അല്ലേ? ഗസ്റ്റ് പറയുമ്പോഴേക്കും അവർക്കെല്ലാം നല്ല ഇതാണ്. ഇത് കിട്ടാതെ ടൗണിലെല്ലാം വരുന്ന ആൾക്കാർക്ക് ശരി. അവർക്ക് നല്ല ഇഷ്ടമാണ് ഇത്. വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല, പിന്നെ ഈ മത്തനില കൂടുതൽ കിട്ടുന്ന സമയത്ത്, പിന്നെ ആരെങ്കിലും സിറ്റിയിൽ നിന്നൊക്കെ ഇവിടെ വരുന്ന സമയത്ത്, കാരണം സിറ്റിയിലൊന്നും മത്തനില കിട്ടില്ല, കാരണം ഇവിടെ ഗ്രാമപ്രദേശം ആയതുകൊണ്ട് ഒരുപാട് മത്തനിലയൊക്കെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ പൊടി. അത് മാത്രമല്ല 2 ദിവസം കേടാകാതെ ഇരിക്കുകയും ചെയ്യും. കണ്ടോ, ഇത് കാണാൻ തന്നെ നല്ല രസമാണ്. എടുക്കാറായി അല്ലേ? അപ്പം നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്. മത്തനില പൊടി. എണ്ണയിൽ നിന്ന് പെട്ടെന്ന് കോരി എടുത്തുകൊണ്ട് നല്ല ചൂടാണ്. കണ്ടോ, മത്തനില പൊടി ഇത് റെഡിയാണ്. ഇനി തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ പൊടി റെഡിയാണ്, കഴിക്കാൻ പാകത്തിന് ഇരിക്കുകയാണ്. അത് മാത്രമല്ല നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് മനുഷ്യനെ മാക്സിമം കൊതിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. നല്ല കറുമുറ കഴിക്കാം അല്ലേ? നല്ല കറുമുറ കഴിക്കാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ഒടിച്ചെടുത്ത് കഴിക്കാനും പറ്റും. സൂപ്പർ. നമ്മുടെ ആദ്യത്തെ ഡിഷ് പൊടി നന്നായിരുന്നു, അതുണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്തുണ്ടാക്കാൻ പോകുന്ന പത്തർ വടയാണ്. പത്തർ വട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേമ്പിൻ പത്രത്തിൻ്റെ വടയാണ്. ഈ ചേമ്പിൻ താൾ എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെയിലത്ത് നിൽക്കുന്ന അത് അമ്മയുടെ ഒരു അഡ്വൈസാണ്. ഈ ചേമ്പല എടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് മുറ്റിയ ഇല എടുക്കാൻ പാടില്ല. നല്ല ചെറിയ ഇല, നായ്മ്പ് വരുന്ന ഇലയാണ് ആദ്യം എടുക്കേണ്ടത്. പിന്നെ അത് മാത്രമല്ല വെയിലത്ത് നിൽക്കുന്ന ഇല വേണം എടുക്കാൻ. തണലത്ത് നിൽക്കുന്നതാണെങ്കിൽ വായി ചൊറിയുമെന്നാണ് അമ്മയുടെ അഡ്വൈസ് അല്ലേ? അങ്ങനെയല്ലേ? അതെ. ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ ചെയ്ത ഡിഷ് എന്ന് പറയുന്നത് എണ്ണയിൽ വറുത്തെടുക്കുന്ന ഡിഷായിരുന്നു. ഇപ്പോൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഡിഷാണ് ഈ പത്തർ വട. അപ്പോൾ ആവി പാത്രം റെഡിയാണ്, നമ്മുടെ ഇൻഗ്രീഡിയൻസ് മുഴുവൻ റെഡിയാണ്, അത് അരച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചേർക്കുന്ന സാധനങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. നേരത്തെ ഉള്ളതിൽ ഉഴുന്നുപരിപ്പ് ചേരില്ല. ഉഴുന്നുപരിപ്പ് നമ്മൾ എടുത്ത് മാറ്റുന്നു, അരിമാവും എടുത്ത് മാറ്റുന്നു. ഇതിനകത്തേക്ക് പുളി ആഡ് ചെയ്യുന്നു. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നുകൂടി പറയാം. 1 കപ്പ് പച്ചരിക്ക്, 1/2 കപ്പ് തോരപ്പരിപ്പ്, 1 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ എത്ര 12 മുളക്. നേരത്തെ നമ്മൾ 8 മുളകാണ് ചേർത്തത്, ഇപ്പോൾ 12 മുളക്, ഉപ്പ്, പിന്നെ ഇച്ചിരി പുളി ചേർക്കണം, കുറച്ച് കായവും ചേർക്കണം. ചെറിയ ചെറുനാരങ്ങ ഇത്ര വലിപ്പം വേണം. ചെറുനാരങ്ങയുടെ അത്ര. അപ്പോൾ പുളി അധികം വേണം, ജാസ്തി വേണം അല്ലേ? ഓക്കെ ഓക്കെ, പുളി ജാസ്തി വേണം. അപ്പോൾ ഇത് എങ്ങനെയാണ് തുടങ്ങുന്നത്? അപ്പോൾ ചെറിയ ചേമ്പിൻ്റെ താളെടുത്തിട്ട് അത് ചെത്തിയെടുക്കണം. ഇതെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് ചെത്തിയെടുക്കണം. അപ്പോൾ ഇത് മുറിച്ച് തന്നെയാണോ പുഴുങ്ങിയെടുക്കുന്നത് അതോ ഒരുമിച്ച് വെച്ചിട്ട് പുഴുങ്ങിയെടുക്കും, എന്നിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കണം? അപ്പോൾ നമ്മൾ നേരത്തെ പൊടി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എല്ലാം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത്. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ പുഴുങ്ങിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ മടക്കുന്ന രീതിയൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം ഒരു വലിയ ഇല വെച്ചു, അതിൻ്റെ നടുക്കൊരു ചെറിയ ഇല വെച്ചു, ഇനി അതിനേക്കാളും ചെറിയൊരു ഇലയാണ്. അങ്ങനെയൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും വെക്കാം. കിട്ടിയ കഷ്ണങ്ങളെല്ലാം വേണമെങ്കിൽ വെക്കാം. കഷ്ണം ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇതാക്കണം. ഇത് ചെത്തുന്ന സമയത്ത് കഷ്ണം ആയെങ്കിലും പ്രശ്നമില്ല അല്ലേ? പ്രശ്നമില്ല. അപ്പോൾ ആദ്യത്തെ ഒരില മതി കറക്റ്റായിട്ട് വയ്ക്കുന്നത്. മടക്കുന്ന രീതി ശ്രദ്ധിക്കും.
പത്രവട മടക്കുന്ന രീതി. ആദ്യം ഒരു ഇല കമിഴ്ത്തിയിടുന്നു, അതിനുശേഷം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കണ്ടോ മടക്കുന്ന രീതി ശ്രദ്ധിക്കുക. ഇത് മടിക്കുമ്പോഴേക്ക് നല്ലപോലെ ഉറപ്പിച്ച് വേണം. ടൈറ്റ്. അതിനകത്ത് വായു നിൽക്കാൻ പാടില്ല അല്ലേ? അതെ അതെ. ഇത് റെഡിയായി. ഇത് റെഡിയായി. ഇനി ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുത്താൽ മതി. പുഴുങ്ങിയെടുത്താൽ മതി. ഒരു അരമണിക്കൂർ. അരമണിക്കൂർ പുഴുങ്ങിയെടുക്കണം. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിത് ഓൺ ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഏകദേശം ആവി വരാനും തുടങ്ങി. ഇനി വെക്കാം അല്ലേ? അപ്പോൾ നമ്മളൊരു ഇല വെച്ചതിന് ശേഷമാണ് പത്രവട അതിനകത്തേക്ക് വെച്ചത്. ഇത് മുഴുവനായിട്ടാണ് വെച്ചേക്കുന്നത്. നേരത്തെ നമ്മൾ പൊടി ചെയ്ത സമയത്ത് കട്ട് ചെയ്താണ് വെച്ചത്. ഇത് മുഴുവനായിട്ടാണ്. ഇനി ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് വെന്ത് വരും അല്ലേ? അരമണിക്കൂർ വേണം. ഇത് ചേമ്പിലായതുകൊണ്ട് പിന്നെ വെന്തില്ലെങ്കിലും ചൊറിയും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിനൊരു മുന്നറിയിപ്പുണ്ട്. ഇത് ചേമ്പിലയാണ്, അതുകൊണ്ട് വെന്തില്ലെങ്കിൽ ചൊറിയും. ഒരു അരമണിക്കൂർ മിനിമം, കുറഞ്ഞത് അരമണിക്കൂർ എടുക്കും. നമ്മുടെ പത്രവട റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ആണ്. എടുക്കാം അല്ലേ? ഗ്യാസ് ഓഫ് ചെയ്തു. ഇച്ചിരിയുടെ വീതി കൂടിയ പോലെ തോന്നുന്നു. അത് ഇതാവും. ഈ ആവി ആവി കയറി കയറിയിട്ട്. കണ്ടോ ഇലയുടെ കളറൊക്കെ മാറി ഒരു ഏകദേശം ഗ്രീനിഷ് ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. സ്പ്രെഡ് ആയി വരും. പിന്നെ കുറച്ച് വെന്ത് വരും. ഇനി ഇത് മുറിച്ചല്ലേ എടുക്കുന്നത്? ഇനി മുറിച്ചെടുക്കും. മുറിച്ചെടുക്കണം. അത് ഏതളവിനാണ് മുറിച്ചെടുക്കുന്നത്? നേരത്തെ പോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത്? അതങ്ങനെ ഒന്നുമില്ല. ഞങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇഷ്ടം പോലെ ചെയ്യാം അല്ലേ? അതങ്ങനെ ഒന്നുമില്ല, ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ പത്രവടയും റെഡിയാണ്. അത് ഗ്യാസ് ഓഫ്. മറ്റേനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഹെൽത്തി ഡിഷാണ് അല്ലേ? ഹെൽത്തി ഡിഷാണ്. കാരണം ഇല കൂടുതലുണ്ട്. കൂടുതലുണ്ട്. പിന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്തല്ലേ എടുക്കുന്നത്, നമ്മൾ പുഴുങ്ങിയാണ് എടുക്കുന്നത്. അതെ. കട്ട് ചെയ്ത് നോക്കട്ടെ. റൗണ്ടായിട്ട് റൗണ്ട് ഷേപ്പിലാണ്. അതിനകത്ത് മുളകൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇച്ചിരി മുളക് നമ്മൾ കൂട്ടിയാണ് കേട്ടോ. നേരത്തെ ഇത് ചെയ്തപ്പോൾ 8 മുളകാണ് ഇട്ടത്. പൊടി ചെയ്തപ്പോഴത്തേക്ക് 8 മുളകാണ്. ഈ പത്രവടയ്ക്ക് 12 മുളകാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ ഇച്ചിരി കൂടെ എരിവുണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് കഴിക്കുന്നത്? എങ്ങനെ രീതി എങ്ങനെ? എണ്ണ ഒഴിച്ചിട്ട്? വെളിച്ചെണ്ണ. അപ്പോൾ എണ്ണയുടെ ഒരു ടേസ്റ്റും ഉണ്ടാവും അല്ലേ? ടേസ്റ്റ് ഉണ്ടാവും. പറ്റാൻ ചൊറിയനുണ്ടെങ്കിൽ അതും മാറി കിട്ടും. ശരി. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതെ. അപ്പോൾ 400 കൊല്ലമായിട്ട് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. കൊങ്കണി ഡിഷാണെങ്കിൽ പോലും ഇപ്പോൾ കേരളത്തിൻ്റെ ടേസ്റ്റായി മാറിക്കഴിഞ്ഞു പത്രവട. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഒരു കാര്യം കൂടി ഉണ്ട് പറയേണ്ടത്, എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ, 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു. എന്തിനാണെന്ന് വെച്ചാൽ ടേസ്റ്റ്, പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് നല്ലതാണ്. അത് മാത്രമല്ല ഇതിനകത്ത് ചേമ്പാണ് ഉപയോഗിക്കുന്നത്. അഥവാ വാ ചെറിയുന്നുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടാനും വെളിച്ചെണ്ണ നല്ലതാണ്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല എരിവും പുളിയും ഉപ്പും പിന്നെ ആ ഇലയുടെ ആ മുഴുവൻ ടേസ്റ്റും ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതും ചോറിൻ്റെ കൂടെയാണ്. അത് കൂടെ പിന്നെ പ്രത്യേക എന്തെങ്കിലും കറി ഉണ്ടോ? പ്രത്യേക ഇതിൽ പരിപ്പ്, ഞങ്ങൾ പരിപ്പ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കും. പരിപ്പ് കറി. പരിപ്പ് കറി. പരിപ്പിന് ഇതും ചോറ് ഉണ്ടെങ്കിലും പിന്നെ എത്ര വേണമെങ്കിൽ ചോറുണ്ണാം. ശരി. അപ്പോൾ ഈ പത്രവടയും പരിപ്പും ചോറും കൂടെ ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ചോറുണ്ണാന്ന് പറയുന്നു. അപ്പോൾ ഇനി കുറച്ച് ചോറുകൂടെ സംഘടിപ്പിക്കണം. നമ്മൾ ഈ കുക്കറി ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കൊങ്കണി ഭാഷയിലാണ്. ആ കൊങ്കണി ഭാഷ കേൾക്കാൻ ഭയങ്കര സുഖമാണ്, രസമാണ് അല്ലേ? അപ്പോൾ അപൂർവമായ 2 കൊങ്കണി ഡിഷും കിട്ടി നമുക്ക്. പിന്നെ ഇതുപോലത്തെ നിങ്ങളുടെ സംസാര ഭാഷ കേൾക്കാനും പറ്റി. അപ്പോൾ 2 ഡിഷ് കിട്ടിയ 2 നല്ല ഇലക്കറികളാണ്. ഒന്ന് പോടിയും ഒന്ന് പത്രവടയും. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ കൊങ്കണി ഭാഷയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വളരെ സുന്ദരമായൊരു ഭാഷ. അപ്പോൾ ആ കൊങ്കണി ഭാഷയിൽ ഏതെങ്കിലും ഒരു നാടൻ പാട്ട് പാടാമോ? അമ്മ പാടാം. ഗൊങ്കോരെ തോ ഗൊങ്കോ സംസാർ നക്കാ ബൊങ്കോ डोळ्यान दिसता हाता मेळना न्हय म्हूण कोणय सांगो गोंग्या हातां शेडयो साबार करता मोडयो